ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ പുതിയൊരു സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ആൻഡ് ഇന്നത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ US മാർക്കറ്റ്സിൻ്റെ കാര്യം ആദ്യം തന്നെ പറയാം. US മാർക്കറ്റ്സ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കുറച്ചധികം ദിവസമായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത മാർക്കറ്റാണ്. കാരണം US മാർക്കറ്റ് ഒന്ന് അപ്പ് സൈഡ് പോകുന്നു, ബട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് സ്റ്റോക്കുകളിൽ കാണുന്നില്ല. പല സ്റ്റോക്സും കണ്ടിന്യൂസ്ലി ഡൗൺ സൈഡ് വരിക തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്ക് ഒക്കെ നോക്കുമ്പോൾ ഒരു തുടക്കത്തിലൊരു ബുള്ളിഷ്നെസ് ഒന്നും പിന്നെ അത് റിട്ടേൺ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പല സ്റ്റോക്സിനും. പിന്നെ യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നെഗറ്റീവ് ആണ് ആൻഡ് സ്ലൈറ്റ്ലി ബെയറിഷ് തന്നെയാണ് പല മാർക്കറ്റ്സും. ആൻഡ് ബട്ട് ന്യൂട്രൽ ഇതിൽ ട്രേഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടലി പോസിറ്റീവ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടലി പോസിറ്റീവ് ആണ്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ന്യൂട്രൽ ഏജിലാണ് ട്രേഡ് ചെയ്യുന്നത്. മേ ബി ചെറിയൊരു അപ്സൈഡ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിലായിരിക്കും മിക്കവാറും ഇന്ന് സാധ്യത, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് തന്നെയായിരിക്കും ഈ ഒരു സാധ്യത. ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ കാര്യങ്ങൾ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്യൂ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഒരു ഡിമാൻഡ് ഏരിയയിലാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ ആ ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നും, മറിച്ച് മാർക്കറ്റ് നിഫ്റ്റി എന്താ പറയുക, ആ ഒരു ഡിമാൻഡ് 26,000 ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തൊരു ബൈയിങ് ഏരിയ വരിക ഒന്നുകിൽ 25,850 ആൻഡ് 25,780 റേഞ്ചുകളിലായിരിക്കും മാർക്കറ്റ് ബൈയിങ് റേഞ്ചായിട്ട് ആക്ട് ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ സോണായിട്ട് നമ്മൾ 26,290 കണ്ടിന്യൂസ്ലി അങ്ങനെ തന്നെ കാണും. കാര്യം ആ ഏരിയയിൽ അത്യാവശ്യം സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാനായിരിക്കും ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം കൂടുതൽ എന്നാലും ഒരു ചെറിയ ഒരു ഇൻട്രാഡേ ലെവലിലൊരു സെല്ലിംഗ് സോണാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഞാൻ പറയും ഈ ഒരു സോൺ ആയിരിക്കും ബെറ്റർ. ഈ ഒരു വലിയ ഏരിയ ആയിരിക്കും അത്യാവശ്യം 26,160 എന്ന് പറയുന്നത് ഒരു ചെറിയ സോണായിട്ട് നിൽക്കാം. ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഈ ഒരു സോണിനുണ്ട്. ഒരു ഗ്യാപ്പ് ഡൗൺ ആൻഡ് ആ ഒരു ഏരിയ ബ്രേക്ക് നടന്ന സ്ഥലമായതുകൊണ്ട് 26,180 എന്ന് പറയുന്നത് ഒരു സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യാം. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഇന്നലെ വൈകിട്ട് വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ രണ്ട് സോൺസ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് 58,600 to 800, ഒരു 200 പോയിന്റ്സിൻ്റെ ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ബ്രേക്ക് ആയാൽ മാത്രം നമുക്കിപ്പോൾ ഒരു അടുത്ത സോണിലേക്ക് പോകാം. ഏതാണ്? 58,100. സോ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഹണ്ടാണോ നടത്തിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം മുൻപ് പലതവണ ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയ ഒരു ഏരിയ ആണ് 59,400 എന്ന് പറയും. സോ ആ ഏരിയയിലേക്കൊന്ന് മാർക്കറ്റ് ഡെപ്തിൽ ഇറങ്ങിയതാണോ ഡൗട്ടുണ്ട്. കാര്യം ഒരുപാട് പേരെ പാനിക്കിലാക്കിയിട്ട് തിരിച്ചു കയറാനുള്ള അറ്റംപ്റ്റ് നടത്താൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഇപ്പോൾ സ്ട്രക്ചർ ബേസ് നമുക്കൊന്ന് നോക്കാം. വൺ ഡേ ചാർട്ടിലെ സ്ട്രക്ചർ ബേസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രക്ചർ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചും കൂടെ പോസിറ്റീവ് സ്ട്രക്ചർ കാണാം. പക്ഷെ ഇന്നലെ ഒരു സെല്ല് നടന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു സ്ട്രക്ചറിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ക്യാൻഡിൽ ബേസ് നല്ലൊരു സെല്ല് നടന്നു, ഓക്കെ. ബട്ട് സ്ട്രക്ചർ ഇൻടാക്റ്റ് ആണ്, സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടില്ല. നമുക്ക് വളരെ അധികം നമ്മൾ പാനിക്കിലാവേണ്ടതായ സിറ്റുവേഷൻ ഒന്നുമില്ല. 57,000 ഈ ഒരു ഹൈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഒന്ന് പാനിക്കിലാവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ വളരെ എന്താ പറയുക, ഒന്ന് ലൈറ്റായിട്ട് ഒരു കറക്ഷനായിട്ട് മാത്രമേ മനസ്സിൽ കണക്കാക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരു കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ നോക്കുമ്പോഴത്തേക്കും സ്ട്രൈറ്റ് സെല്ലിങ്, അതായത് ഒരു അത്യാവശ്യം എന്താ പറയുക ഹൈ പാനിക്കുള്ള സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ സൂക്ഷ്മതയോടെ നോക്കുമ്പോഴത്തേക്കും ക്യാൻഡിൽ ബേസ് നോക്കുമ്പോഴത്തേക്കും ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസത്തെ ലോ സ്ട്രോങ്ലി ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കണ്ടില്ല, ഈ ഒരു 3 ദിവസത്തെ ലോ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. എന്നിരുന്നാലും ഞാൻ അടുത്തൊരു സപ്പോർട്ട് റേഞ്ചിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 5 മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കാം. കണ്ടില്ലേ, ആ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി നമുക്ക് അങ്ങനെ കാണാം. ഓക്കെ, ഇത്രയും സോൺ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഏരിയ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് അവിടെ ഒരു ഡിമാൻഡ് ഏരിയ വരച്ചത്. അതും ബ്രേക്കായി പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ സ്വിംഗ് ലോയിൽ വന്ന് ലിക്വിഡിറ്റി എടുത്ത് കയറാനും പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചധികം ന്യൂസസ് ഒക്കെ അവിടെ എവിടെയായിട്ടുണ്ട്. സ്വിഗ്ഗിയിൽ ഒരു ബ്ലോക്ക് ഡീൽ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂസസ് ഇന്ന് പ്രധാനപ്പെട്ടായിട്ട് പാനിക് ആവേണ്ട ന്യൂസസ് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ RRP ഇൻഫ്രാ പ്രൊജക്റ്റിന് ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഒരു 25.99 crore 25.99 crores ഇൻക്ലൂഡ് GST
ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അക്സെപ്റ്റൻസ് ലെറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ബിക്കാജി ഫുഡ്സ് ഒരു അഡീഷണൽ $2,50,000 അവർ അടുത്ത ഹോളി അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യ സിമെന്റ്സിന് ഷെയർ സെയിൽ ആൻഡ് പർച്ചേസ് അഗ്രിമെന്റ് അവിടെ സിംഗപ്പൂരിന് സബ്സിഡറി ആയിട്ട് നടത്തുന്നതായിട്ടുള്ള ന്യൂസ് നിലവിലുണ്ട്. അപ്പം ഇങ്ങനത്തെ ന്യൂസസ് ആണ് പൊതുവേ ഉള്ളത്. അത്യം നമുക്ക് മണി കൺട്രോളിലൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ടെൻഷൻ ബേസ്ഡ് ന്യൂസസ് ഒന്നും നിലവിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ശരിയാണ്, അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇന്നലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയ ഒരു സ്റ്റോക്ക് ഞാൻ ഇന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. സ്റ്റോക്കിന്റെ പേര് ഏഷ്യൻ പെയിന്റ്സ്. ഏഷ്യൻ പെയിന്റ്സും കൂടെ എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഏഷ്യൻ പെയിന്റ്സ് ഇന്നലെ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ഒരു ഫ്ലാഗ് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് ഏഷ്യൻ പെയിന്റ്സിൽ. നല്ലൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് ഏഷ്യൻ പെയിന്റ്സ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്നലത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അത്യാവശ്യം ഓവർഹെഡ് സപ്ലൈ ഒക്കെ ക്ലിയർ ചെയ്തിട്ടൊരു ക്യാൻഡിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ഇതൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഏഷ്യൻ പെയിന്റ്സ് ഹയർ ലെവൽസിലേക്കുള്ള മൂവ്മെന്റ്സിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു നല്ലൊരു എന്താ പറയുക കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ ക്യാൻഡിൽ വന്നു, അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിൽസ് വന്നു, ആൻഡ് ആ കൺസോൾട്ടേഷനിൽ നിന്നും ബ്രേക്ക് ചെയ്തു. വളരെ നല്ല ഒരു ടെക്നിക്കൽ അറ്റംപ്റ്റ് ആണ് നടത്തിയിരിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സ്. സോ കണ്ടിന്യൂസ്ലി അടുത്തൊരു റേഞ്ചിലേക്ക് ഉള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഏഷ്യൻ പെയിന്റ്സ്. ഓക്കെ, അപ്പം വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ കൂടുതൽ സ്റ്റോക്സ് ഒക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ ഉൾപ്പെടുത്താം. ഞാൻ മാർക്കറ്റ് ക്ലിയർ ആവുന്ന ടൈമിൽ കുറച്ചും കൂടെ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്താം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവരും ഗുഡ് മോർണിംഗ്. ടേക്ക് കെയർ.